ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ക്രൂശ് മരണം സ്വീകരിച്ച് കബറടങ്ങി മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്തിക്ക് ശേഷം വരുന്ന 9ാമത്തെ ഞായറാഴ്ചയാണ്. ആരാധനാ വർഷത്തിലെ 39ാമത്തെ ഞായറാഴ്ച ആണ്. ഈ വർഷത്തിലെ 207ാമത്തെ ദിവസമാണ് ഇന്ന് 578ാമത്തെ എപ്പിസോഡ് പബ്ലിഷ് ചെയ്യുന്നതിനായി ദൈവത്തിൽ ശരണപ്പെടുന്നു. എല്ലാവർക്കും ഒരു നല്ല ഞായറാഴ്ച നേർന്നുകൊണ്ട് ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം. ഇന്ന് നാം വായിച്ച് കേൾക്കാൻ പോകുന്നതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 14-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. ഒരു വിവാഹത്തിനോ വിരുന്നിനോ ക്ഷണിച്ചാൽ അത് അവിടെ അനുവർത്തിക്കേണ്ട ഒരു ധർമ്മോപദേശമാണ് ഇന്നത്തെ എവൻഗേലിയോൻ ഭാഗം ആയിട്ട് നാം കാണുന്നത്. മുഖ്യസ്ഥാനം ലഭിക്കുന്നതിന് പരീശന്മാർ മോഹിക്കുന്ന അവരുടെ ഹീനവും ബാലിശവുമായ സ്വഭാവമാണ് ഈ പ്രായോഗിക ഗുണദോഷത്തിൻ്റെ പശ്ചാത്തലമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. എല്ലാവരും തമ്മിൽ കീഴടങ്ങി താഴ്മ ധരിച്ചു കൊള്ളുവീൻ. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്കോ കൃപ നൽകുന്നുവെന്ന് പരിശുദ്ധനായ പത്രോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ശിഷ്യന്മാരുടെ ഇടയിൽ വലിയവൻ ആർ എന്ന ഒരു തർക്കമുണ്ടാകുന്നു. യേശു 12 പേരെയും വിളിച്ച് അവരോട് പറഞ്ഞത്, ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും ഒടുക്കത്തവനും എല്ലാവർക്കും ശുശ്രൂഷകനും ആകണം എന്ന് ആണ്. ഇത് വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്തയുടെ സുവിശേഷം 9-ാം അധ്യായം 34-35 നമുക്ക് കാണുവാൻ സാധിക്കും. വിവാഹത്തിനോ മറ്റേതെങ്കിലും ചടങ്ങിൽ ക്ഷണിക്കുമ്പോൾ മുഖ്യ സ്ഥാനത്ത് ഇരിക്കരുത്. കാരണം നിന്നേക്കാൾ ബഹുമാനം അർഹിക്കുന്ന മറ്റൊരാളെ ആതിഥേയൻ വിളിച്ചിട്ടുണ്ടാവും. നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവന് ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ ലജ്ജയോടെ ഒടുവിലത്തെ സ്ഥാനത്തേക്ക് പോയി ഇരിക്കേണ്ടി വരും. നീ ക്ഷണിക്കപ്പെടുമ്പോൾ ഒടുവിലത്തെ സ്ഥാനത്ത് പോയി ഇരിക്കുക. നിന്നെ ക്ഷണിച്ചവൻ വന്ന് മുൻപോട്ട് കയറിയിരിക്കുക എന്ന് പറയുവാൻ ഇടവരട്ടെ. അപ്പോൾ പന്തിയിലിരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് ബഹുമാനമുണ്ടാകുമെന്ന് വിശുദ്ധ മർക്കോസ് എവൻഗേലിയോസ്ത പറയുന്നുണ്ട്. ശാസ്ത്രിമാരെയും പരീശന്മാരെയും പരാമർശിച്ച് യേശു പറഞ്ഞ വാക്കുകളാണ് ഇത്. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റാബി എന്ന് വിളിക്കുന്നതും അവർക്ക് പ്രിയങ്കരമാകുന്നുവെന്ന് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 23-ാം അധ്യായം 6-7 വാക്യം നോക്കിയാൽ നമുക്ക് അവിടെയും ഇത് കാണുവാൻ സാധിക്കും. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് തന്നെത്താൻ താഴ്ത്തുന്നവൻ ഒക്കെയും ഉയർത്തപ്പെടും, തന്നെത്താൻ ഉയർത്തുന്നവൻ ഒക്കെയും താഴ്ത്തപ്പെടും എന്നുള്ള ആ ദൈവവചനമാണ് നാം ഇവിടെ ഓർത്തിരിക്കേണ്ടത്. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമും ഇസഹാക്കും യാക്കോബും യോസേപ്പും അതിനുശേഷം മോശയും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ ഓരോ ദൈവദാസന്മാരെയും നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത് താഴാഴ്മ ഉള്ളിടത്ത് മാത്രമേ നീരോടൂ, താഴാഴ്മയുള്ളവനെ മാത്രമേ ദൈവം അനുഗ്രഹിക്കൂ എന്നുള്ളതാണ്. ആയതിനാൽ നാം എല്ലാവരും നമ്മളുടെ അഹങ്കാരവും അഹന്തയും വിട്ട് നാം നമ്മുടെ ദൈവത്തോട് അടുക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള ജീവിതം നമുക്ക് സന്തോഷപ്രദമായി അനുഗ്രഹീതമായി ജീവിക്കുവാൻ ഉള്ള ഒരു സംഗതി ആകും എന്നാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇവിടെ നാം കാണേണ്ടത് 3 കാര്യങ്ങൾ ആണ്. ഒന്നാമത് വിനയമാണ് ബഹുമാനത്തിനുള്ള മാർഗം. ഒന്നാമത്തേത് വിനയമാണ് ബഹുമാനത്തിനുള്ള മാർഗം. അതായത് വിനയമുള്ള ഒരു വ്യക്തിയെ മറ്റുള്ളവർ ബഹുമാനിക്കും. അതിന് ഇംഗ്ലീഷിൽ ഒരു പഴമൊഴിയുണ്ട്, ഗീവ് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്ന്. ആദ്യം കൊടുക്കുക
പിന്നീട് സ്വീകരിക്കാൻ തയ്യാറാകുക. അങ്ങനെയുള്ളവർക്കാണ് വിനയമുള്ളത് എന്ന് നമുക്ക് അനുഭവത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അഹങ്കാരത്തിനുള്ള പ്രതിഫലമാണ് അപകീർത്തി. ആര് അഹങ്കാരികളാകുന്നുവോ അവർക്ക് അപകീർത്തി ഉണ്ടാകുമെന്നാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ പറയുന്നത്. അതായത് അഹങ്കാരത്തിനുള്ള പ്രതിഫലമാണ് അപകീർത്തി. അഹങ്കാരികൾ ആരാകുന്നുവോ അവരൊക്കെയും താഴ്ത്തപ്പെടും എന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. അതിന് ഒരു കാരണവശാലും അഹങ്കാരത്തിനുള്ള യാതൊരു സ്ഥിതിയും നമുക്കില്ല. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതം വെറും പുല്ലിന് തുല്യമറ്റേ അത്രേ. രാവിലെ നാം എഴുന്നേറ്റ് കഴിഞ്ഞാൽ സന്ധ്യയാക്കുമോ എന്ന് നമുക്കറിയില്ല. രാത്രിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമോ എന്ന് നമുക്ക് അറിയില്ല. ആയതിനാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമെന്ന് പറയുന്നത് അഹങ്കാരത്തിനുള്ള പ്രതിഫലമാണ് അപകീർത്തി. ആ അപകീർത്തി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് വിനയത്തോടുകൂടി ജീവിക്കുവാൻ നോക്കണം. മൂന്നാമത്തത്, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തപ്പെടുന്നവൻ ഉയർത്തപ്പെടുമെന്ന് മർക്കോസ് എവൻഗേലിയോസ്തായുടെ സുവിശേഷം 14 അധ്യായം 11 പറയുന്നുണ്ട്. ഉദാഹരണത്തിന് കന്യകമറിയാം, എലിസബത്ത്, അപ്പോസ്തലന്മാർ, പഴയ നിയമത്തിലെ എൽക്കാനായും ഹന്നായും യുയാക്കീമും ഹന്നായും അവരുടെ ജീവിത രീതിയും ദൈവത്തോടുള്ള സമർപ്പണവും മനസ്സിലാക്കി നാം ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.